ഹലോ ഗൈസ്, അപ്പോൾ എവിക്ഷൻ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടസ്റ്റൻ്റ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ കാരണവും പറയാം. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ അനുമോൾ വളരെ നന്നായിട്ട് ഇന്നലെ അനുമോൾക്ക് പറയാൻ കഴിയാത്തത്, ലാലേട്ടൻ്റെ മുന്നിൽ പറയാൻ കഴിയാത്തത് മുഴുവൻ അനുമോൾ ഇന്ന് എവിക്ഷൻ നോമിനേഷനിൽ പറഞ്ഞിരിക്കുകയാണ്. അനുമോൾ രണ്ടുപേരെയാണ് നോമിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് നെവിനെയും ഒന്ന് അക്ബറിനെയും. നെവിനും അക്ബറിനും പ്രത്യേകമായ പരിഗണന ബിഗ് ബോസും ലാലേട്ടനും കൊടുക്കുന്നു. നെവിന് പ്രത്യേകമായിട്ട് കൊടുക്കും. നെവിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞത്. നെവിന് പ്രത്യേകമായുള്ള പരിഗണനയും സ്നേഹവും ലാലേട്ടനും ബിഗ് ബോസും കൊടുക്കുന്നു. ഞാൻ എൻ്റെ പ്രശ്നങ്ങളും ഞാൻ എന്നോട് കാണിക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ട് പോലും ബിഗ് ബോസും ലാലേട്ടനും ഒരു തരത്തിലും അതിന് വേണ്ടിയിട്ടല്ല, അതിനെതിരെ നെവിനോട് സംസാരിക്കുന്നില്ല. ഒരു പ്രത്യേക പരിഗണനയാണ് നെവിന് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നെവിന് പ്രേക്ഷക പിന്തുണയും ബിഗ് ബോസിൻ്റെയും ലാലേട്ടൻ്റെയും പരിഗണനയും കൊണ്ട് നെവിൻ എന്തൊക്കെ കാണിക്കുന്നത് നെവിന് പോലും അറിയത്തില്ല. വളരെ മോശമായിട്ടാണ് ഇവിടെ ബിഹേവ് ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള വ്യക്തിത്വമാണ്, രണ്ട് ഫേസാണ് നെവിനുള്ളത്. എന്നോട് തന്നെ വളരെ മോശമായിട്ട് പല തരത്തിലും എൻ്റെ പേഴ്സണൽ സാധനങ്ങൾ എടുത്തെറിയാൻ ഭാവിക്കുന്നു, എൻ്റെ പേഴ്സണൽ സാധനങ്ങൾ എടുക്കുന്നു, എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടാണ് പലപ്പോഴും കിടക്കാൻ ബെഡിൽ തന്ന് കിടക്കുന്നു. അങ്ങനെയുള്ള വളരെ വളരെ വലിയ അലിഗേഷൻസാണ് നെവിനെതിരെ അനുമോൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അനുമോൾ പറയുന്ന സമയത്ത് ഓടി വന്ന് ആരും ഇരിക്കുന്നുണ്ട് അവിടെ അടുത്ത്, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എന്ന് പറയാം. അങ്ങനെയാണ്, കാരണം ഓപ്പൺ നോമിനേഷൻ തന്നെ അവർക്ക് ഇഷ്ടമുള്ളിടത്തെന്ന് പറയാം. അപ്പോൾ ഓടി വന്ന് ആരും ഇരിക്കുന്നുണ്ട്. അതുപോലെ സാബുമാൻ ഓടി വന്നിരുന്നു, അതിനുശേഷം പിന്നീട് അക്ബർ ഓടി വന്നു. അപ്പോൾ എന്തായാലും നെവിനെയാണ് നോമിനേറ്റ് ചെയ്തത്. നെവിൻ വളരെ മോശമായിട്ടുള്ള ക്യാരക്ടറാണ്. നെവിൻ നല്ലൊരു മനുഷ്യനായിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ ഒരിക്കലും നെവിൻ ഒരു നല്ല മനുഷ്യനായിട്ട് പോയില്ല. മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് ഭയങ്കര എൻ്റർടൈനറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ നിൽക്കുന്നതല്ലാതെ നെവിൻ ഇവിടെ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. രണ്ട് തരത്തിലുള്ള മുഖമാണ് കാണിക്കുന്നത്. വളരെ മോശം ബിഹേവിയറാണ്. സ്ത്രീകളായ ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് വന്ന് കിടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള അലിഗേഷൻസാണ്. അതും ബിഗ് ബോസും ലാലേട്ടനും നെവിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. പുറത്ത് പ്രേക്ഷക പിന്തുണയുണ്ട് എന്ന് നെവിൻ അറിഞ്ഞു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ അനുമോൾ പറയുന്നത്. നമ്മളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകമായി പരിഗണന കൊടുക്കുന്ന 2-3 വ്യക്തികളിൽ ഒരാളാണ് നെവിൻ. രണ്ടാമതായിട്ട് അനുമോൾ പറഞ്ഞത് അക്ബറിനെയാണ്. ആ പറയുന്ന സമയം അക്ബറും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അക്ബറിൻ്റെ കാര്യവും നമ്മൾ അറിയാം, പാവയുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതെല്ലാം ഞാൻ മറന്നുകൊണ്ട് ഗെയിമിൻ്റെ കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് പോയി രാത്രി ഫുഡ് ഉണ്ടാക്കി കൊടുത്തതും, ആ ഫുഡ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇവരെല്ലാം വിശന്നിരിക്കുമ്പോഴും ഒരു മുട്ടയും ഒരു ദോശയും തിന്നിട്ട് വീണ്ടും ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ തന്നെ വഴക്കിട്ടതും അതൊക്കെയാണ് എടുത്തു പറഞ്ഞത്. അത് അത്രയും കുറേ. പിന്നെ അവർക്കും ഈ ഒരു അക്ബറിനും ബിഗ് ബോസിനും ലാലേട്ടനും പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്നുകൂടി അവിടെ അനുമോൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ ഇവിടെ പുറത്തിരുന്ന് പറയുന്നതാണ്, നെവിനും അതേപോലെ അക്ബറിനും അതുപോലെ തന്നെ ആരിനും ഒരു പ്രത്യേക പരിഗണനയാണ് ബിഗ് ബോസും ലാലേട്ടനും എല്ലാ എപ്പിസോഡുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇതുവരെയും ഇവരെ ഒരു വഴക്ക് പറയുന്നതോ ഇവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയോ ഒന്നും ലാലേട്ടൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പുറത്തിരുന്ന് നമ്മൾ കാണുന്ന അതേ കണ്ണുകൊണ്ടാണ് അനുമോൾ കാണുന്നത്. പക്ഷേ അനുമോൾക്ക് എന്തുകൊണ്ട് അവിടെ പ്രതികരിക്കാൻ കഴിയുന്നില്ല നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട പോലെ അനുമോൾക്ക് പേടിയാണ്. ലാലേട്ടൻ്റെ മുന്നിൽ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എടുത്തിട്ട് അലക്കുമോ എന്നുള്ളൊരു ചിന്ത ആയതുകൊണ്ടായിരിക്കാം ഈ അനുമോൾ കൂടുതലും മൗനം. കാരണം സംസാരിക്കുമ്പോൾ എന്ത് പറയണേ ഏത് പറയുന്നുണ്ടോ കുഴങ്ങുന്നില്ലേ. ഇല്ല, റാഗ് ചെയ്യുന്ന പോലെയല്ലേ ലാലേട്ടൻ ചോദിക്കുന്നത്. ഒരു കാര്യം ഒരാൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അടുത്ത ഈ എല്ലാവരെയും വിളിച്ചു നോക്കും, നിങ്ങൾക്ക് മനസ്സിലായോ മലയാളം അല്ലേ പറയുന്നത്, അപ്പോൾ പറയണം അനുമോൾ ടെൻഷൻ അടിക്കാതെ പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ അവൾ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേനെ. അപ്പോൾ അത് പറയാതെ ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടീനെ റാഗ് ചെയ്യുന്ന രീതിയിലാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പറയാൻ കഴിയാഞ്ഞത്. പക്ഷേ ഇപ്പോൾ അനുമോൾ വളരെ കൃത്യമായിട്ട് ഓരോരുത്തരെയും കുറിച്ച് നെവിനെ ആയാലും അക്ബറിനെ ആയാലും നോമിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അവരുടെ നെഗറ്റീവ് പോയിന്റ്സ് എടുത്ത് പറഞ്ഞു. പിന്നെ ഇവർ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇവർ വന്നിരിപ്പുണ്ടായിരുന്നു. ആരിനും സാബു മോനും അക്ബറും ഒക്കെ ഇവിടെ പറയുന്നത് ഡിസ്ട്രാക്ട് ചെയ്യാൻ